നമസ്കാരം. അമേരിക്കയിലെ ടെക്സാസിലെ ഒരു ബാറിൽ നടന്ന വെടിവെപ്പ് ഭീകരാക്രമണം ആണെന്ന തരത്തിൽ സംശയം ബലപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ സ്വത്ത് എന്ന ഷർട്ട് ധരിച്ച ഒരു തോക്കുധാരിയാണ് ആക്രമണം നടത്തിയത്. സെനഗലിൽ നിന്നുള്ള അമേരിക്കൻ പൗരനായ എൻഡിയാഗ ഡയഗ്നെയാണ് ആക്രമി. ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. വളരെ തിരക്കുള്ള ബാറിലാണ് ഇയാൾ ആക്രമണം നടത്തിയത്. വെടിവെപ്പിൽ 2 പേർ മരിക്കുകയും 14 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇയാൾ അക്രമത്തിന് മുതിർന്നതെന്നാണ് കരുതപ്പെടുന്നത്. തോക്കുധാരിയുടെ കൈവശം ഭീകരവാദ ബന്ധത്തിന്റെ സൂചനകൾ നൽകുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നതായി FBI ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇയാളുടെ കാറിൽ ഖുറാൻ ഉണ്ടായിരുന്നതായും ബാറിൽ വെടിയുതിർത്തപ്പോൾ ഇസ്ലാമിക വസ്ത്രം ധരിച്ചിരുന്നതായും ഇറാനിൽ US നടത്തിയ അക്രമങ്ങളാണ് ഇയാളെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും കണ്ടെത്തി. ഫോക്സ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാനിയൻ പതാകയോ ഇറാനിയൻ ചിത്രങ്ങളോ ഉള്ള ഒരു വസ്ത്രമോ ടീഷർട്ടോ അക്രമി ധരിച്ചിരിക്കാം. എൻഡിയാഗെ ഡയഗ്നെ 2000 മുതൽ 2008 വരെ ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഓസ്റ്റിനിലെ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലെ വെസ്റ്റ് 6th സ്ട്രീറ്റിലുള്ള ബുഫോർഡിന്റെ ബാറിൽ ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് വെടിവെപ്പ് നടന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. തോക്കുധാരി ഒരിക്കലും ബാറിൽ പ്രവേശിച്ചിട്ടില്ലെന്നും തെരുവിൽ നിന്ന് വന്നവർക്ക് നേരെ ഒരു തോക്കും റൈഫിളും ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഓസ്റ്റിൻ പോലീസ് മേധാവി ലിസ ഡേവിസ് പറഞ്ഞു. വെടിയേറ്റ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. ഇറാനെതിരെ US നടത്തിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവെപ്പ് നടന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. തീവ്രവാദ ഗ്രൂപ്പിന് തിരിച്ചടി നൽകാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ടെക്സസിലെ ഓസ്റ്റിനിൽ നടന്ന വെടിവെപ്പിനെക്കുറിച്ച് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ദൃശ്യങ്ങളിൽ സംഭവസ്ഥലത്ത് കനത്ത പോലീസ് സാന്നിധ്യം കാണാം. ഒരു ഷർട്ട് ധരിക്കാത്ത വ്യക്തി തെരുവിൽ മരിച്ചു കിടക്കുന്നതും കാണാം. ഇരകളുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ബാറിലെ ഡാൻസ് ഫ്ലോറിൽ വലിയ തോതിൽ തിരക്കുണ്ടായിരുന്ന സമയത്താണ് വെടിവെപ്പുണ്ടായത്. അക്രമിയുടെ ഉദ്ദേശമോ വെടിവെപ്പിലേക്ക് നയിച്ച കാരണമോ സംബന്ധിച്ച് അധികൃതർ ഒരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും നടന്നതൊരു ഭീകരാക്രമണം തന്നെയെന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇയാൾ ബാറിലെത്തി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ തുരുതുര വെടിവെക്കുകയായിരുന്നു. നിരവധി പേരാണ് സംഭവശേഷം കൊല്ലപ്പെട്ടത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ പലരും തുടരുന്നുണ്ട്. എന്തായാലും ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചായിരിക്കും ഇയാൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഭീകരവാദത്തിന്റെ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള രേഖകളും ഇയാളുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഭീകരാക്രമണമാണ് എന്ന രീതിയിലേക്ക് സംശയങ്ങൾ നീളുന്നത്.